നമസ്കാരം. ഓണപ്പരീക്ഷയ്ക്ക് പിന്നാലെ ക്രിസ്മസ് ചോദ്യപരീക്ഷകളും കേരളത്തിലെ ചില ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ചോർത്തിയെന്ന് വ്യക്തമായിട്ടും അതിശക്തമായ നടപടിയുണ്ടാകാത്തത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബിയുടെ സമ്മർദ്ദത്താൽ. നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പല ലേണിംഗ് ആപ്പുകളും സർക്കാർ സ്പോൺസർ ചെയ്തതുപോലെ വിദ്യാലയങ്ങളിൽ എൻട്രിയുള്ളവയാണ്. 1 ലക്ഷം രൂപയിലേറെ മാസശമ്പളം പറ്റി സർക്കാർ അധ്യാപകർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മണിക്കൂറിന് 2000 രൂപയിലേറെ പറ്റുന്നവർ വിദഗ്ധരും ബൂസ്റ്റർ ക്ലാസ്സുകളിൽ എത്താറുണ്ട്. അധ്യാപക സംഘടനയുടെ സമ്മേളനത്തിനും ലക്ഷങ്ങൾ കൊടുത്തുമൊക്കെ ഇവർ അധികൃതരെ കയ്യിലെടുക്കുന്നുണ്ട്. ഈ കൂട്ടുകെട്ടിൽ AEOമാരും DEOമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ കോക്കസ് ഉണ്ട്. സ്വകാര്യ ട്യൂഷന്റെ പേരിൽ ആരോപിതർ ആയിരിക്കുന്നവർ ഇടത് അധ്യാപക നേതാക്കളുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഒരുപാട് യൂട്യൂബ് എഡ്യു പ്ലാറ്റ്ഫോമുകൾ ചോദ്യപേപ്പർ ചോർത്തിയിട്ടും ഒന്നിനെതിരെ മാത്രം നടപടിയെടുത്ത് തട്ടിയെടുക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ശ്രമിക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷം കേരളത്തിൽ വളർന്ന പുതിയൊരു സംഭവമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ. യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ആപ്പുകളിലൂടെയും ഇവർ നടത്തുന്ന ട്യൂഷന് ഏറെ വിദ്യാർത്ഥികളുണ്ട്. അശ്ലീല തമാശകൾ പറഞ്ഞ് കുട്ടികളെ ആകർഷിക്കുന്ന ഇവരുടെ രീതിയെക്കുറിച്ച് നേരത്തെ തന്നെ പരാതിയുണ്ട്. സെക്സ് ജോക്കുകൾ പറഞ്ഞാണ് ഒരു പ്രമുഖ ചാനലിൽ മാത്സ് ക്ലാസുകൾ തന്നെ നടക്കുന്നത്. ഇവർ തമ്മിലുള്ള കിടമത്സരം വർദ്ധിച്ചതോടെ ഇപ്പോൾ ചോദ്യപേപ്പർ വരെ ചോരുകയാണ്. ഓണപരീക്ഷയെ പ്രഹസനമാക്കിക്കൊണ്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ചോദ്യങ്ങൾ യൂട്യൂബിൽ ഇവർ ചോർത്തിയിരുന്നത് വിവാദമായിരുന്നു. ഇപ്പോഴത്തെ ക്രിസ്മസ് പരീക്ഷയുടെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെയും +1 ഗണിതത്തിൻ്റെയും ചോദ്യങ്ങൾ ചോർന്നിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 2 വർഷമായി പല പ്രമുഖ ഓൺലൈൻ ആപ്പുകാരും യൂട്യൂബ് എഡ്യു പ്ലാറ്റ്ഫോമുകാരും ചോദ്യപേപ്പർ ചോർത്തുന്നുണ്ടെന്ന ആരോപണമുണ്ട്. ഒരു പ്രമുഖ യൂട്യൂബ് എഡ്യു ടീമിൻ്റെ ബൂസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞ അതേ ചോദ്യങ്ങൾ തന്നെ പരീക്ഷകളിൽ ആവർത്തിച്ച സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പറയുന്ന അതേ ചോദ്യങ്ങൾ നാളെ പരീക്ഷയ്ക്ക് വരുമെന്ന് കട്ടായം പറഞ്ഞായിരുന്നു അവരുടെ ക്ലാസ്. ചോദ്യക്കടലാസ് ചോർന്നത് അധ്യാപകരുടെ തന്നെ ഒത്താശയോടെയാണെന്ന നിഗമനത്തിലാണ് അധികൃതർ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിലും അച്ചടിയിലുമൊക്കെ രഹസ്യ സ്വഭാവമുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിക്കുന്നത്. എന്നിട്ടും ചോർന്നത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് യൂട്യൂബിലൂടെ തലേന്ന് പുറത്തുവിട്ടുവെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് ആരോപണ വിധേയരായ കോഴിക്കോട് കൊടുവള്ളിയിലെ IS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ CEO ഷുഹൈബ് പ്രതികരിച്ചു. ചാനലിൻ്റെ വളർച്ചയിൽ അസൂയുള്ള മറ്റു ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് ഷുഹൈബ് പറയുന്നത്. ഓണപരീക്ഷാ സമയത്തും ഒട്ടേറെ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ചോർച്ച ആരോപണം വന്നിരുന്നുവെന്നും എന്നാൽ തങ്ങളെ മാത്രമാണ് പോലീസ് ചോദ്യം ചെയ്തതെന്നുമാണ് ഇവർ പറയുന്നത്. വിവാദങ്ങളെ തുടർന്ന് MS സൊല്യൂഷൻസിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. പോലീസ് ചോദ്യം ചെയ്യലിൽ ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ല എന്ന നിലപാടിലാണ് MS സൊല്യൂഷൻസുകാർ. പരീക്ഷയുടെ തൊട്ട് മുൻപത്തെ ദിവസം രാത്രി 7 മണിയോടെ മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വീഡിയോ തയ്യാറാക്കിയിരുന്നു. അവയെല്ലാം നോക്കി രാത്രി 12 മണിയോടെയാണ് MS സൊല്യൂഷൻസ് വീഡിയോ തയ്യാറാക്കിയത്. അതാണ് ചോദ്യപേപ്പറിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടാൻ കാരണമെന്നാണ് ഇവരുടെ വിശദീകരണം. സമാനമായ പ്രശ്നമുണ്ടായ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല എന്നും ഇവർ ചോദിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശിച്ചു. സർക്കാർ ജോലികളിലിരിക്കെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുന്നറിയിപ്പ്. ഇക്കാര്യങ്ങൾ പോലീസ് വിജിലൻസും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിജിലൻസും കർശനമായി പരിശോധിക്കും. കുറ്റക്കാരെന്ന് കണ്ടാൽ നടപടിയും കൈക്കൊള്ളും. അധ്യാപക തസ്തികകൾ ഉണ്ടായാൽ നിയമിക്കാൻ PSC ലിസ്റ്റുകൾ തന്നെ നിലവിലുണ്ട്. സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാൻ PT അധികൃതരോടും മന്ത്രി അഭ്യർത്ഥിച്ചു.